ചിലർ സന്യാസിമാരായി കാണുന്നു. ഇങ്ങനെ പല രൂപത്തിലാണ് മനുഷ്യ ജന്മങ്ങളെ നമ്മൾ കാണുന്നത്. ഇന്നിപ്പോ ഇരിക്കുന്ന മനുഷ്യരെ നമ്മൾ നാളെ ചിലപ്പോൾ അവരെ ദൈവങ്ങളായിട്ട് തന്നെ ആരാധിക്കും. അത് രാഷ്ട്രീയത്തിലുള്ളവരെ പോലും ആരാധിക്കും. എം ജി രാമചന്ദ്രന്റെയും ജയലളിതയുടെ ഒക്കെ വിഗ്രഹം വെച്ച് ആരാധിക്കുന്നവരുണ്ട്. നരേന്ദ്രമോദിക്ക് ക്ഷേത്രമുണ്ടെന്നാണ് കേൾക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ വരും. പിന്നെ മാതാ അമൃതാനന്ദ അമ്മ പച്ചയായ ഒരു മനുഷ്യ സ്ത്രീയാണ്. പക്ഷെ അവരെ ഇപ്പോൾ തന്നെ അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അമ്മ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവരെ ദൈവതുല്യമായി കണ്ട്, അല്ലെ ദൈവത്തിന്റെ പുത്രിയായി കണ്ടുകൊണ്ട് അവതാര ജീവിതമാണെന്ന് കണ്ടുകൊണ്ട് ആരാധിക്കുകയാണ് ആളുകൾ. സത്യസായി ബാബ, ഷിർദി സായി ബാബ, ഇങ്ങനെ ഒരുപാട് ആളുകളുടെ കഥയുണ്ട്. ഈ കഥകൾ പറഞ്ഞു വരുമ്പോഴാണ് നമ്മൾ നരേന്ദ്രമോദിയിലേക്കും കാര്യങ്ങൾ എത്തുന്നത്. നരേന്ദ്രമോദി വിവാഹം കഴിച്ചു, പക്ഷെ അദ്ദേഹത്തിന് കുടുംബജീവിതം നയിക്കാൻ കഴിഞ്ഞില്ല. അത് ശ്രീനാരായണ ഗുരുദേവന്റെ ഒക്കെ കാര്യം പറഞ്ഞതുപോലെ അദ്ദേഹം ഭാര്യയുമായി ഉപേക്ഷിച്ചെന്നോ അല്ലെങ്കിൽ മാറി താമസിക്കുന്നോ സെപ്പറേറ്റ് ചെയ്തെന്നോ, എന്തായാലും ഭാര്യ അടുത്തില്ല, മക്കളും ഇല്ല, കുടുംബജീവിതവും ഇല്ല. ആ നരേന്ദ്രമോദി 1990-കളിൽ എൽ കെ അദ്വാനിയുടെ നേതൃത്വത്തിൽ കാശ്മീരിൽ നിന്ന് കന്യാകുമാരി വരെ രഥയാത്ര നടക്കുമ്പോഴും രാമക്ഷേത്രം പണിയുന്നതിനുള്ള വലിയ സന്നാഹത്തിന് വേണ്ടി നടക്കുമ്പോഴും 1996 തോന്നുന്നു ഡിസംബർ 6 ബാബറി മസ്ജിദ് ഇടിക്കുന്ന അല്ലെങ്കിൽ അവിടെ ആക്രമണം നടക്കുന്ന സമയത്തുമൊക്കെ നമ്മുടെ രാജ്യത്ത് നമ്മൾ അറിയാതെ, നമ്മൾ ആരും ശ്രദ്ധിക്കാതെ ഒരാൾ ഒരുങ്ങുകയായിരുന്നു എന്നുള്ളത് ശരിയാണോ നമുക്കറിയില്ല.